ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. നമുക്കറിയാം ദ വേർഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുകയാണെങ്കിൽ ആൻഷ്യൻ ഗ്രീക്ക് റൈറ്റർ സെനോഫോൺ ആണ് ഇത് കോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അഭിപ്രായത്തിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓർ നോയിങ് ദി ബിസിനസ് വൺ ഇൻറ്റൻസ് ടു ഡു. ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കുകയാണ്, ബിസിനസ് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കുന്നതിനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് 1810 അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മൾ കുറേ ഗോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഫേമിൽ ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സിനെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രാറ്റജി പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ എ പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് എ പ്ലാൻ ഫോർമുലേറ്റഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദി ചാലഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെർട്ടിക്കുലർലി ഫ്രം ദി പോളിസീസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഈ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്ട്രാറ്റജി എന്ന് നമുക്കറിയാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ചാലഞ്ചസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പോളിസീസിലൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് പോളിസീസ്, അതുപോലെ എക്കണോമിക് സിറ്റുവേഷൻസ്, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്ന, ഫോർമുലേറ്റ് ചെയ്ത് വെക്കുന്ന പ്ലാനിനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി ചേഞ്ച് വിത്ത് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാറുണ്ട്. ഇനി ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്സ്, എന്തൊക്കെ സ്റ്റെപ്പാണ് പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റിംഗ്, പ്രൈസിങ് സ്ട്രാറ്റജി ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ പ്രൈസിങ് പോളിസിയും പ്രൈസിങ് സ്ട്രാറ്റജിയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കണം. പ്രൈസിങ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ജനറൽ വൈൽ പ്രൈസിങ് സ്ട്രാറ്റജി സ്പെസിഫിക് ആണ്. പ്രൈസിങ് പോളിസി ജനറലാണ്, പ്രൈസിങ് സ്ട്രാറ്റജി സ്പെസിഫിക് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനറൽ ആയതുകൊണ്ട് തന്നെ പ്രൈസിങ് പോളിസി ജനറൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നതാണ് പ്രൈസിങ് പോളിസി. പക്ഷേ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന് വേണ്ടിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിങ് പോളിസി പറഞ്ഞാൽ മാനേജ്മെൻറ്റിനുള്ള ഗൈഡാണ്. ഇനി പ്രൈസിങ് പോളിസി പറഞ്ഞാൽ ലോങ്ങർ പീരീഡ് ആയിരിക്കും. പ്രൈസിങ് സ്ട്രാറ്റജി പറഞ്ഞാൽ ടെമ്പററി മെഷർ ആയിരിക്കും. കാരണം നമ്മൾ ചെറിയ അളവിലേക്കാണ് നമ്മൾ ആ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് പ്രൈസിങ് സ്ട്രാറ്റജീസിലുള്ളത്? ഫസ്റ്റ് വൺ, സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്സ്. ഫസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ മാർക്കറ്റാണ് ടാർഗറ്റ് മാർക്കറ്റ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടതാണ് സ്റ്റഡിയിങ് കൺസ്യൂമർ ബിഹേവിയറിനെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ ആ പ്രൊഡക്റ്റിനോടുള്ള ആ കൺസ്യൂമറിൻ്റെ മനോഭാവത്തിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടാണ് സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നത്. തേർഡ് വരുന്ന സ്ട്രാറ്റജീസ് ആണ് ഐഡൻറ്റിഫൈയിങ് കോമ്പറ്റീഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ എത്ര കോമ്പറ്റീഷൻസ് ഉണ്ടാവാം, എങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തലാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഫോർത്ത് ആയിട്ട് പറയുന്നതാണ് ഐഡൻറ്റിഫൈയിങ് പ്രൈസ് എ റോൾ ഇൻ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റ് മിക്സിനെ റോൾ ആക്കിയിട്ട് അസൈനിങ് പ്രൈസ് കൊടുക്കുകയാണ്, പ്രൈസ് അസൈൻ ചെയ്യുകയാണ് ഈ ഒരു സ്റ്റെപ്പിൽ. ഫിഫ്ത്ത് പറയുന്നതാണ് റിലേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ്. കോസ്റ്റും ഡിമാൻഡും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കലാണ്. ആൻഡ് സിക്സ്ത് വണ് ഡിറ്റർമൈനിങ് സ്ട്രാറ്റജിക് പ്രൈസസ്. അതിനനുസരിച്ചിട്ടാണ് സ്ട്രാറ്റജി പ്രൈസസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് സെലക്ട് ചെയ്യണം. ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം പ്രൈസ് അസൈൻ ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് മിക്സിനനുസരിച്ചിട്ട് പ്രൈസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കോസ്റ്റും ഡിമാൻഡും കണക്കാക്കുക.
ലാസ്റ്റാണ് സ്ട്രാറ്റജി പ്രൈസസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്? ഒരു 10 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ് ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 9 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില കൂപ്പൺസിലൊക്കെ ഉണ്ടായിരിക്കും മാനുഫാക്ചേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്. ബാക്കിയുള്ളവർ ഈ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊരു ഇമ്പ്രഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ്. സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ 999 എന്ന് കൊടുക്കും. അതെന്താണ്? ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇത് മിക്കപ്പോഴും ഈ പ്രൈസ് എന്ന് പറയുന്നത് ഓഡ് വൺ ആയിരിക്കും. അധികം പിന്നെ 100 രൂപയുടെ സാധനമാണെങ്കിൽ 99 എന്ന ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യും. അപ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ എന്താണ്, 100 രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ 99 ഉള്ളൂ എന്നുള്ള ആ ഒരു മനോഭാവം അവർക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ജിയോഗ്രാഫിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ജിയോഗ്രാഫിക്കൽ പ്രൈസിങ് പറയുകയാണെങ്കിൽ ഇത് പ്രാക്ടീസാണ്. ഇത് ഡിഫറെൻറ്റ് പ്രൈസസ് ഒരു പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് പ്രൈസസ് ഡിഫറെൻറ്റ് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ ചാർജ് ചെയ്യുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണ്, പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ജിയോഗ്രാഫിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് ഫേം ചില സ്ഥലങ്ങളിൽ ഒരുപാട് പ്രൈസ് ഈടാക്കും. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് കൊടുക്കും. ചില ഏരിയാസ് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറവാണെങ്കിൽ ആ ഏരിയയിൽ കുറച്ച് പ്രൈസാണ് ഈടാക്കുന്നത്. അപ്പോൾ ആ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയൻ്റെ ബേസിസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് ജിയോഗ്രാഫിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബേസ് പോയിൻറ്റ് പ്രൈസിങ്. ബേസ് പോയിൻറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ബേസ് പോയിൻറ്റ് പ്രൈസിങ്. ബേസ് പോയിൻറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത് ഈ ജിയോഗ്രാഫിക്കൽ പ്രൈസിങ്ങിൻ്റെ ഒരു അനദർ ഫോമാണ്. ഈ മെത്തേഡ് പ്രകാരം സെല്ലർ ഒരു സിറ്റീനെ ബേസ് പോയിൻ്റായിട്ട് എടുക്കും. അതിനുശേഷം അതിനനുസരിച്ചിട്ട് ആ സിറ്റിയിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ സിറ്റിക്ക് എത്ര ദൂരമുണ്ട് അതിന് വരുന്ന ഫ്രൈറ്റ് കോസ്റ്റൊക്കെ ഈടാക്കിയതിന് ശേഷമാണ് ആ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫാക്ടറി പ്രൈസും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസും കൂടിയ പ്ലസ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത്, ബേസ് പോയിൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൈസ് കൊടുക്കുന്ന രീതിയാണ് ബേസ് പോയിൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വരുന്നതാണ് സോൺ പ്രൈസിങ്. സോൺ പ്രൈസിങ് എന്ന് പറയുന്നത് അനദർ സ്ട്രാറ്റജി ഓഫ് ജിയോഗ്രാഫിക്കൽ പ്രൈസിങ് ആണ്. ഈ മെത്തേഡ് പ്രകാരം കമ്പനി 2 or more സോൺസ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ഓരോ ഏരിയാസിനെ സോണാക്കിയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് കമ്പനി എന്ത് ചെയ്യും, സെയിം പ്രൈസ് എല്ലാ കസ്റ്റമേഴ്സിനും ഒരു സോണിൽ ഇപ്പോൾ എ സോൺ, ബി സോൺ, സി സോൺ എന്നൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഒരു സോണിലുള്ളവർക്ക് എല്ലാവർക്കും സെയിം പ്രൈസ് ആവും. അപ്പോൾ ഈ പ്രൈസ് ചില ടൈമിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് സോൺസിൽ അനുസരിച്ചിട്ട് അത് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. അതാണ് സോൺ പ്രൈസിങ്. നെക്സ്റ്റ് ആണ് ഡ്യുവൽ പ്രൈസിങ്. ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ മാനുഫാക്ചർ സെല്ല് ചെയ്യുന്നത് സെയിം പ്രൊഡക്റ്റ് ആണ് 2 ഡിഫറെൻറ്റ് പ്രൈസസ്. ഒരു പ്രൊഡക്റ്റ് 2 ഡിഫറെൻറ്റ് പ്രൈസസിൽ സെല്ല് ചെയ്യുന്നതാണ് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ the manufacturer sells the same product at 2 different prices. It is dual pricing. അപ്പോൾ dual pricing should not be confused with the geographical pricing. geographical pricing-ഉമായിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. geographical pricing എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഡ്യുവൽ പ്രൈസിങ്ങിൽ സെയിം പ്രൊഡക്റ്റാണ് സോൾഡ് ചെയ്യുന്നത്. പക്ഷേ 2 ഡിഫറെൻറ്റ് പ്രൈസാണ് സെയിം പ്ലേസിലാണ്, പക്ഷേ ഡിഫറെൻറ്റ് ഏരിയയിലാണ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ. കാരണം ജിയോഗ്രാഫിക്കൽ പ്രൈസിങ്ങിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ ആ പ്രോഡക്റ്റിന് വേറെ പ്രൈസ്, പക്ഷേ വേറെ ഏരിയയിൽ വേറെ പ്രൈസ്. പക്ഷേ ഡ്യുവൽ പ്രൈസിങ് അങ്ങനെയല്ല, ഒരു ഏരിയയിൽ തന്നെ 2 പ്രൈസായിട്ട് കൊടുക്കുന്നതാണ് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരികയാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ് ഈ പ്രൈസിങ് എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻസ് ആൻഡ് നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ എക്സെട്ര. അഡ്മിനിസ്ട്രേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് മാനേജ്മെൻറ്റിൻ്റെ ബേസിസിലാണ്, മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിസിൽ അവരുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസിങ് കൊടുക്കുന്നത്. അവിടെ കോസ്റ്റ് നോക്കില്ല, ഡിമാൻഡ് നോക്കില്ല, കോമ്പറ്റീഷൻ നോക്കില്ല, ബാക്കി ഒരു ഫാക്ടേഴ്സും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ പ്രൈസിങ് കൊടുക്കുന്ന സ്ട്രാറ്റജിയാണ് അഡ്മിനിസ്ട്രേഡ് പ്രൈസിങ്. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കപ്പ് പ്രൈസിങ്. മാർക്കപ്പ് പ്രൈസിങ്ങിൽ പറയുന്നത്
ഈ മെത്തേഡ് പ്രൈസിങ് ഫോളോ ചെയ്യുന്നത് ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സാണ്. ഇവിടെ ഗുഡ്സ് റിസീവ് ചെയ്യുന്നതിന് ശേഷം റീറ്റെയിലർ അതിൻ്റെ ഹോൾസെയിലർക്ക് കൊടുക്കണം. ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലർ വാങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് പ്രൈസ് കൂട്ടിയിട്ടാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അങ്ങനത്തെ പ്രൈസിങ് ആണ് മാർക്കറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയും 25 ആണ്. ആ പ്രൊഡക്റ്റ് സോൾഡ് ചെയ്തത് 30 റുപ്പീസിനാണ് സോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5% എന്ന് പറയുന്നത് എന്താണ്, അവരുടെ മാർക്കറ്റ് പ്രൈസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലൈൻ പ്രൈസിങ്. Product line refers to a group of products which has similar physical features and perform similar functions. ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് അതിൻ്റെ സവിശേഷതകളൊക്കെ സിമിലർ ആയിരിക്കും. അത് ചെയ്യുന്ന ഫങ്ഷൻസും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അങ്ങനത്തെ പ്രൊഡക്ട്സിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതൊരു വിത്തിൻ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈൻ ദർ മേ എക്സിസ്റ്റ് നമ്പർ ഓഫ് വെറൈറ്റീസ് വിച്ച് ഡിഫർ ഇൻ സൈസ്, ക്വാളിറ്റി, കളർ എക്സെട്ര. അപ്പോൾ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് തന്നെ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും, ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും കളറും സൈസൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ പ്രോഡക്ട്സും അതുപോലെ ഫൈൻഡിങ് ദി പ്രോപ്പർ റിലേഷൻഷിപ്പ് എമംഗ് ദി പ്രൈസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഗ്രൂപ്പ്. ആ പ്രോഡക്റ്റ് ഗ്രൂപ്പ് തമ്മിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രൈസും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിങ്. ഇതെന്ന് പറയുകയാണെങ്കിൽ അനദർ പ്രൊഡക്റ്റ് മീറ്റ്സ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് കമ്പനീസാണ്. അവർക്ക് പ്രൊഡക്ട്സ് മസ്റ്റ് ബി യൂസ്ഡ് അലോങ് വിത്ത് ദി മെയിൻ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ ഉണ്ടായിരിക്കും. അതിന് ഫിക്സ് ചെയ്യുന്ന പ്രൈസുകളാണ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യാമറ, ഫിലിം, റേസർ ബ്ലേഡ്. ഇപ്പോൾ ക്യാമറയാണ് മെയിൻ, അതിൻ്റെ ഫിലിം എന്ന് പറയുന്നത് അതിനെ അലോങ് ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രൈസാണ് ക്യാപ്റ്റീവ് പ്രോഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് ബണ്ടിലിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് സോൾഡ് ചെയ്യുന്നത് ഒരു ബണ്ടിൽ അറ്റ് എ പ്രൈസ് ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഈസ് സോൾഡ് ആസ് എ ബണ്ടിൽ. ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഒരു ബണ്ടിലായിട്ട് സോൾഡ് ചെയ്യുക, എന്നിട്ട് അതിന് ഒറ്റ പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ പെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു 10 പെന്നിന് 50 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുന്നതാണ് പ്രൈസ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഈ ടോപ്പിക്കിൽ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ബേസിക് പ്രൈസസ് ടു അക്കൗണ്ട് ഫോർ വേരിയസ് കസ്റ്റമേഴ്സ് ഡിഫറൻസസ് ആൻഡ് ചേഞ്ച് സിറ്റുവേഷൻസ്. ഓരോ പ്രൈസസും ചില സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും ചേഞ്ച് സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയൊക്കെയാണ്, അതെന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, ഡിസ്കൗണ്ട് പ്രൈസിങ് ആൻഡ് അലവൻസസ്. ഇവിടെ ഡിസ്കൗണ്ട് പ്രൈസിങ് ആൻഡ് അലവൻസസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കമ്പനീസ് അവിടെ ബേസിക് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് റിവാർഡ് കൊടുക്കാനും അവരുടെ റെസ്പോൺസസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പ്രൈസിങ് ആണ് ഡിസ്കൗണ്ട് പ്രൈസിങ് ആൻഡ് അലവൻസസ്. ഇപ്പോൾ നമ്മൾ കമ്പനി കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ അവർ കുറച്ചൊക്കെ നഷ്ടത്തിലാണ്, അപ്പോൾ അവരെന്ത് ചെയ്യും, ഇത്ര പെർസെൻറ്റേജ് 30% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 20% ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് കൊടുക്കും. അതേപോലെ അലവൻസസും കാര്യങ്ങളും ക്യാഷ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെ ഫങ്ഷൻ ഡിസ്കൗണ്ട്, സീസണൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഓണത്തിനൊക്കെ ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഒപ്പം സ്പീക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈസിങ് ആണ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ഡിസ്കൗണ്ട് പ്രൈസിങ് ആൻഡ് അലവൻസസ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്ങിൽ ഫേം ഓഫർ ചെയ്യുന്നത് അവരുടെ പ്രൈസസ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് കസ്റ്റമേഴ്സിനെ ഡിഫറൻസ് ചെയ്തിട്ടാണ്, കസ്റ്റമേഴ്സിനും പ്രൊഡക്ട്സിനും ലൊക്കേഷൻസിൻ്റെ ഡിഫറൻസസിനനുസരിച്ചിട്ടാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസിങ് മെത്തേഡ് പ്രകാരം കമ്പനി ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ സർവീസസ് സെല്ല് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രൈസസിനാണ്. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ഓരോരുത്തർക്കും കസ്റ്റമേഴ്സിനും പ്രൊഡക്ട്സ് ലൊക്കേഷനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ പ്രൈസും ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സൈക്കോളജിക്കൽ പ്രൈസിങ്. ഇത് നമ്മൾ നേരത്തെ ഇതിലും പഠിച്ചു, ഇമ്പോർട്ടൻറ്റ് പ്രൈസ് സ്ട്രാറ്റജീസിൽ പഠിച്ചു. അതിൽ വരുന്നത് തന്നെയാണ് എന്ത്, സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ പ്രൈസിങ്
പ്രൈസിങ്ങിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി സൈക്കോളജി ഓഫ് കൺസ്യൂമേഴ്സ് ഈസ് കോൾഡ് സൈക്കോളജിക്കൽ പ്രൈസിങ്. കൺസ്യൂമേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയതിന് ശേഷം, അത് കൺസിഡർ ചെയ്തതിന് ശേഷം പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള അതിൽ കാണിക്കണം. അപ്പോൾ കുറേ കൺസ്യൂമേഴ്സ് ജഡ്ജ് ചെയ്യും അതിൻ്റെ ക്വാളിറ്റി പ്രൈസിലാണെന്നുള്ളതൊക്കെ. ചില ആൾക്കാർ ഇപ്പോൾ 1000 രൂപയുടെ സാരി അത് 500 രൂപയ്ക്ക് കൊടുത്താൽ അതിന് ക്വാളിറ്റി ഇല്ല പറഞ്ഞിട്ട് ആളുകൾ വാങ്ങിക്കില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന, അവരുടെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് അതിന് പ്രൈസ് കൊടുക്കുന്ന സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊമോഷണൽ പ്രൈസിങ്. ഇവിടെ പ്രൊമോഷണൽ പ്രൈസിങ് എന്ന് പറയുന്നത് കമ്പനി ടെമ്പററിലി പ്രൈസ് കൊടുക്കുകയാണ് പ്രൊഡക്ട്സ് ബിലോ കോസ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊമോഷണൽ പ്രൈസിന് സെവറൽ ഫോംസിലാണ് ടേക്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രൊമോഷണൽ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന പ്രൈസാണ്. ചിലപ്പോൾ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസ് ഇവിടെ കൊടുക്കും. ഈ സൂപ്പർ മാർക്കറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സൊക്കെയാണ് ഇങ്ങനെ ചില കസ്റ്റമേഴ്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അവർ ഷുവറായിട്ടും ബൈ ചെയ്യുന്നുള്ള രീതിയിൽ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവരൊന്ന് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഈ ഒരു പ്രൊമോഷണൽ പ്രൈസിങ് എന്ന് പറയുന്നത്. സെല്ലേഴ്സും ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പ്രൈസിങ് ഉപയോഗിക്കുന്നത്. സീസണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സാധനങ്ങളൊന്നും സെയിലായി പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റിനേക്കാളും കുറഞ്ഞിട്ടൊക്കെ പ്രൈസ് കൊടുക്കും. അത് ഇപ്പോൾ സ്റ്റോക്ക് വിറ്റഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കടകളുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ എന്തായിരിക്കും ഈ ഒരു മെത്തേഡായിരിക്കും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വാല്യൂ പ്രൈസിങ്. വാല്യൂ പ്രൈസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ റിസിഷനറി പീരീഡൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഒരുപാട് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ മെനി ഫേംസ് അവരുടെ പ്രൈസസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എക്കണോമിക് കണ്ടീഷനും അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനും ഒക്കെ അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് വാല്യൂ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും പ്രൈസസ് ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർനാഷണൽ പ്രൈസിങ്. ഇൻ്റർനാഷണൽ പ്രൈസിങ് എന്ന് പറയുന്നത് ഫേംസ് ദാറ്റ് മാർക്കറ്റ് ദെയർ പ്രോഡക്ട്സ് ഇൻ്റർനാഷണലി മസ്റ്റ് ഡിസൈഡ് വാട്ട് പ്രൈസസ് ടു ചാർജ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻ വിച്ച് ദേ ഓപ്പറേറ്റ്. ഇവിടെ ഫേം പ്രൊഡക്ട്സിന് പ്രൈസ് ചാർജ് ചെയ്യുന്നത് ഇൻ്റർനാഷണലി ആയിട്ടാണ്. ഇവിടെ മറ്റുള്ള പ്രൊഡക്ട്സിന് എത്രയാണ് ഓരോ കൺട്രിയിലും ചാർജ് ചെയ്തിട്ടുള്ളത് അതിനെ നോക്കിയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ പ്രൈസിങ് ആവും ആ ഒരു പ്രൊഡക്റ്റിന് ഇട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വേൾഡ് വൈഡ് മൊത്തമായിട്ടും സെയിം പ്രൈസ് തന്നെ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലെ. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ് പ്രൈസിങ് കൊടുക്കുന്നത്? അതായത് അധികം റൂറൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലോ ഇൻകം ഉള്ള ആളുകളായിരിക്കും, മിഡിൽ ഇൻകം ഉള്ള ആളുകളായിരിക്കും. റിച്ച് ആയിട്ടുള്ള ആളുകൾ റൂറൽ ഏരിയയിൽ കുറവായിരിക്കും. അപ്പോൾ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സെൻസിറ്റീവ്, അവരുടെ വാല്യൂ കോൺഷ്യസ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കണം അവർക്ക് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റൂറൽ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ മേക്ക് ചെയ്യുക, അവർ വാങ്ങുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സുകളൊക്കെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ മാർക്കറ്റ്സിന് പ്രൈസിങ് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ലോ പ്രൈസ് ആയിരിക്കും. റൂറൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇൻകം എന്ന് പറയുന്നത് വെരി ലോ ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പോൾ ലോ പ്രൈസ് ആയിരിക്കും പ്രൊഡക്ട്സിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ സിമ്പിൾ പാക്കേജിങ് ആയിരിക്കും. അതായത് അവരെന്തിനു വേണ്ടിയിട്ട് സിമ്പിൾ പാക്കേജിങ് കൊടുക്കുന്നത്? ഒരുപാട് പാക്കേജിങ്ങൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, കാരണം അവിടെ ആളുകൾ വാങ്ങാൻ തയ്യാറാവില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സിമ്പിൾ പാക്കേജിങ് ആവും കൊടുക്കുന്നത്. നെക്സ്റ്റ് റീയൂസബിൾ ഓർ റീഫിൽ പാക്കേജിങ്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ് ആവും പ്രൊഡക്ട്സിന് കൊടുക്കുന്നത്. ഇതും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി. കസ്റ്റമേഴ്സിനെ, അതായത് റൂറൽ കസ്റ്റമേഴ്സിനെ അഗ്രികൾച്ചറൽ ഇൻകം ജീവിക്കുന്ന ആളുകളുണ്ട് കൃഷിനെ ആശ്രയിച്ചിട്ട്. അപ്പോൾ അവരൊക്കെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുക്കും? ക്രെഡിറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. വാല്യൂ എഞ്ചിനീയറിംഗ് മീൻസ് അപ്ലൈയിങ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് so that it reduces cost of production and enhance utility of the product at a lower price. വാല്യൂ എഞ്ചിനീയറിംഗിൽ ഇവിടെ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യുകയാണ് പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിലും മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എത്രത്തോളം കോസ്റ്റ് കുറച്ചിട്ട് ഈ പ്രൊഡക്റ്റ്
ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, പുതിയ പുതിയ ഐഡിയാസൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റിയും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് വാല്യൂ എഞ്ചിനീയറിങ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് ഡിസ്കൗണ്ട്സ്. ഇവിടെ പ്രൈസ് ഡിസ്കൗണ്ട്സിൽ ട്രേഡ് ഡിസ്കൗണ്ട്, അതുപോലെ ക്യാഷ് ഡിസ്കൗണ്ട്, ഓഫ് സീസൺ ഡിസ്കൗണ്ട്, അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ട് വരുന്നു. പ്രൈസിൽ തന്നെ ഡിസ്കൗണ്ട് കൊടുക്കുക. ട്രേഡ് ഡിസ്കൗണ്ട് ചിലപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കൊടുക്കുക. അതുപോലെ ക്യാഷ് ഒന്ന് ഡിസ്കൗണ്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് റൂറൽ ഏരിയാസിന് കൊടുക്കുന്ന പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ്സ്. റൂറൽ മാർക്കറ്റ്സിന് എന്തൊക്കെ മെത്തേഡ്സ് ആണ് പ്രൈസിങ്ങിൽ ഉപയോഗിക്കുക? ഇതൊക്കെ നമ്മൾ പഠിച്ച മെത്തേഡ്സ് തന്നെയാണ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് റൂറൽ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. കാരണം റൂറൽ ഏരിയാസിന് ഈ ഒരു മെത്തേഡാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ വാല്യൂ പ്രൈസിങ് ഉപയോഗിക്കും. വാല്യൂ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ ലോ പ്രൈസ് അസൈൻ ചെയ്യുകയാണ് പ്രൊഡക്ട്സിനൊക്കെ ബെനിഫിറ്റും കോസ്റ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മാസ് പ്രൊഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ വാല്യൂ പ്രൈസിങ് ഉപയോഗിക്കും. പിന്നെ പവർ പ്രൈസ് പോയിൻറ്റ്സ്. പവർ പ്രൈസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ FMCG എന്ന് പറഞ്ഞ ബ്രാൻഡ്സ് ആണ് റൂറൽ മാർക്കറ്റ്സിന്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ₹1, ₹2, ₹3, 5, 10 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രൈസിങ് ആണ് ഈ ഒരു പവർ പ്രൈസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പെനട്രേഷൻ പ്രൈസിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും പോകുന്നുണ്ട്. പെനട്രേഷൻ പ്രൈസിങ് പോളിസി ഈ ഒരു മെത്തേഡ് പ്രകാരം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് റൂറൽ മാർക്കറ്റിൽ ലോ പ്രൈസിലായിരിക്കും. പിന്നെയാണ് പ്രൈസ് കൂട്ടി വരിക. ആളുകൾ വാങ്ങുന്നുള്ളതിനനുസരിച്ച് പ്രൈസ് കൂട്ടി വരും. അതാണ് പെനട്രേഷൻ പ്രൈസിങ്. ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ്സ്. ഇനി ഈ ഒരു പ്രൈസിങ്ങിൽ വരുന്ന പ്രൈസിങ് ടു ക്യാപ്ചറിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ 2 മെയിനായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കുന്നത്. സ്കിമ്മിങ് പ്രൈസ് പോളിസി, അതുപോലെ പെനട്രേഷൻ പ്രൈസ് പോളിസി. ഈ 2 പോളിസീസ് ആണ് ഉപയോഗിക്കുന്നത്. സ്കിമ്മിങ് പ്രൈസ് പോളിസിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കിമ്മിങ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത് ദിസ് ഈസ് ഡൺ വിത്ത് ദി ബേസിക് ഐഡിയ ഓഫ് ഗെയിനിങ് എ പ്രീമിയം ഫ്രം ദോസ് ബയേഴ്സ് ഹു ആർ ഓൾവേസ് റെഡി ടു പേ എ മച്ച് ഹയർ പ്രൈസ് ദാൻ അതേഴ്സ്. ഈ ഒരു പ്രൈസിങ് പോളിസീസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഒരു ഫേം മാർക്കറ്റിലേക്ക് പ്രൊഡക്ട്സുകൾ ഇറക്കുകയാണെങ്കിൽ ഹൈ പ്രൈസിന് ആളുകൾ വാങ്ങാൻ തയ്യാറാണ്. അതിൻ്റെ ബേസിസിൽ കൊണ്ടുവരുന്ന പ്രൈസിങ് പോളിസീസാണ് സ്കിമ്മിങ് പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഐഫോൺ നമ്മൾ ഐഫോണിന് എപ്പോഴും റേറ്റ് കൂടുതലാണ്. ബാക്കിയുള്ള ഫോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹൈ റേറ്റ് തന്നെയാണ് ഐഫോണിനുള്ളത്. അപ്പോൾ ഈ ഒരു ഐഫോൺ എത്ര റേറ്റ് കൂടിയാലും വാങ്ങാൻ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഈ സ്കിമ്മിങ് പ്രൈസ് പോളിസി സെറ്റ് ചെയ്യുന്നത്. സ്കിമ്മിങ് പ്രൈസ് റെഫേഴ്സ് ടു ദി ഹൈ ഇനീഷ്യൽ പ്രൈസ് ചാർജ്ഡ് വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി മാർക്കറ്റ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് കൂടുതൽ പ്രൈസ് കൊടുക്കുന്ന സ്ട്രാറ്റജിയാണ് സ്കിമ്മിങ് പ്രൈസ് സ്ട്രാറ്റജീസ്. ഇനി ഈ ഒരു സ്ട്രാറ്റജീസിനെ അഡോപ്റ്റ് ചെയ്യാൻ എന്തൊക്കെ റീസൺസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ അവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്താൽ അവർക്ക് കോസ്റ്റൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് റിക്കവർ ദി ഹെവി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഓൺ റിസർച്ച്, ഡെവലപ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് റിസർച്ച് ചെയ്യേണ്ടി വരും, അതുപോലെ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടി വരും, സെയിൽസ് പ്രൊമോഷൻ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഇതിനൊക്കെ ഒരുപാട് ക്യാഷ് ചിലവായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ സ്കിമ്മിങ് പ്രൈസിങ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വെൻ ദർ ആർ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, കാരണം അതിന് വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇല്ല. അപ്പോൾ അങ്ങനെ ഹൈ പ്രൈസ് ചാർജ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പറയുന്നതാണ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് നോൺ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയുന്നത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ ബയ്യേഴ്സിന്
അതിൻ്റെ വാല്യൂ യൂട്ടിലിറ്റിയും കമ്പയർ ചെയ്യുക, അത് മെഷർ ചെയ്യാൻ ബയേഴ്സ് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി, ഹൈ ഇൻകം ഗ്രൂപ്പുള്ള കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സ്കിമ്മിങ് പ്രൈസിങ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അധികം ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ പ്രൈസിങ് പോളിസിയാണ് പെനട്രേഷൻ പ്രൈസിങ്. ഇത് സ്കിമ്മിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് ചാർജിങ് എ ലോ പ്രൈസ് ഫ്രം ദി ബിഗിനിങ് ടു സ്റ്റിമുലേറ്റ് ദി ഗ്രോത്ത് ഓഫ് മാർക്കറ്റ് ആൻഡ് ടു ക്യാപ്ചർ എ ലാർജ് ഷെയർ ഓഫ് ഇറ്റ്. അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് ലോ പ്രൈസിൽ പ്രൊഡക്റ്റ് കൊടുക്കും. അപ്പോൾ ലോ പ്രൈസിനാണ് പ്രൊഡക്റ്റ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ആളുകൾ ഒരുപാട് വാങ്ങാനുണ്ടാവും എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രൈസിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഈ ഒരു പ്രൈസിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ പ്രൊഡക്റ്റ് ഹാസ് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അവിടെ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൈസ് ഇട്ടിട്ട് കാര്യമില്ല, അപ്പോൾ കുറഞ്ഞ പ്രൈസിലായിരിക്കും അവിടെ ഇട്ടിട്ട് അവർക്ക് ലാഭം കിട്ടുള്ളൂ. പിന്നെ പറയുന്നതാണ് the product is accepted by a large number of customers. ഒരുപാട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. as the economies of large scale of production are available to a firm. അപ്പോൾ ഇങ്ങനെ ലോ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ ലാർജ് സ്കെയിൽസ് പ്രൊഡക്ഷൻ ചെയ്യാം, കാരണം വാങ്ങാൻ ആളുകൾ ഉണ്ടായിരിക്കും, പ്രൈസ് കുറവല്ലേ. അതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഹൈ. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ, വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഹൈ അല്ല, ലോ ആണ് കേട്ടോ, ഈ ഇതിൽ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ വെൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ലോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണെങ്കിൽ എന്താണ്, ഇതിന് പെനട്രേഷൻ പ്രൈസിങ് കൊടുക്കാം. കാരണം കുറവാണെങ്കിൽ എന്താ, നമുക്ക് കുറച്ച് കൊടുത്താൽ മതി പ്രൈസിങ്. നെക്സ്റ്റ് വരുന്നതാണ് വെൻ ദി ഡിസ്കറേജ് ന്യൂ കോമ്പറ്റീറ്റേഴ്സിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് വെൻ മോസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ആർ ഫ്രം ലോ ഇൻകം ഗ്രൂപ്പ്. അധികം കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ലോ ഇൻകം ഗ്രൂപ്പ് ആവും. ഇനി ഈ ഒരു പിക്ചർ പ്രകാരം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോ പ്രൈസിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ജിയോണ് മെയിനായിട്ട് വരുന്നൊരു എക്സാമ്പിൾ. ജിയോയിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ എന്ത് കൊടുത്തു, 3 മാസം ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബേഴ്സിന് യൂസ് ചെയ്യാൻ കൊടുത്തു. പിന്നെയാണ് എന്ത്, പ്രൈസ് മെല്ലെ മെല്ലെ ചാർജ് ചെയ്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈസിങ് തന്നെ, അല്ലെങ്കിൽ ഒരു മൊബൈൽ സിം തന്നെയാണ് ജിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പ്രൈസിങ് ടു ക്യാപ്ചർ വാല്യൂ എന്നൊരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. പ്രൈസിങ് പോളിസീസ്, അതുപോലെ ഫാക്ടേഴ്സ് ഇൻ സെറ്റിംഗ് പ്രൈസിങ്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്, കോസ്റ്റ് ബേസ്ഡ്, ഡിമാൻഡ് ബേസ്ഡ്, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്, അതുപോലെ മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, സ്കിമ്മിങ് ആൻഡ് പെനട്രേഷൻ പ്രൈസ് പോളിസീസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്, പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ്സ്, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഫോർ റൂറൽ മാർക്കറ്റ്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.